ആഗോള അയ്യപ്പ സംഗമം നിക്ഷേപത്തിന് വേണ്ടിയല്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ഒരു ക്ഷേത്രത്തിന്റെ വികസനത്തിന് എല്ലാം വേണം. വിശ്വാസമുള്ളവർ നിക്ഷേപം എന്ന് പറയില്ല, ഇത് സമർപ്പണമാണ്. ക്ഷണക്കത്ത് കിട്ടിയ ആർക്കും പരിപാടിയിൽ പങ്കെടുക്കാമെന്നും PS പ്രശാന്ത് മീഡിയ വണിനോട് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം ഇന്ന് നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മീഡിയ വണിനോടൊപ്പം ചേരുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, എങ്ങനെ കാണുന്നു? നന്നായി പോകുന്നു. രാവിലെ 6 മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കൃത്യം 9:30 കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ആഗോള അയ്യപ്പ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സെക്ഷൻ 11:30 വരെ ഉണ്ടാകും. അതിനുശേഷം 3 വേദികളിലായി വിവിധ സെക്ഷനുകളെ സംബന്ധിച്ച് ചർച്ച ഉണ്ടാവും. ഒന്നാമത്തെ വേദിയിൽ, മെയിൻ വേദിയിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് പഴയ മാസ്റ്റർ പ്ലാൻ ചെയർമാൻ, പഴയ ചീഫ് സെക്രട്ടറി കൂടിയായ ജയകുമാർ IAS ആണ്. അതിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് അത് തയ്യാറാക്കിയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ വിദഗ്ധർ അത് അവതരിപ്പിക്കും. അതിനുശേഷം ക്രൗഡ് മാനേജ്മെന്റുമായി, നമുക്കറിയാം ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ക്രൗഡ് മാനേജ്മെന്റ്. അതുമായി ബന്ധപ്പെട്ട ചർച്ച അത് മുൻ DGP കൂടിയായ ജേക്കബ് ഇന്നൂസ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ നിരവധി വർഷം അവിടെ ഈ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ADGP ശ്രീ അജിത്ത്, ശ്രീജിത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിൽഗ്രിം ടൂറിസമാണ്, അത് മറ്റൊരു വേദിയിലാണ്. ഒരേ സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. അവിടെ നമ്മുടെ പിൽഗ്രിം ടൂറിസത്തെ സംബന്ധിച്ച് അത് ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, അഖിലേന്ത്യ 3 പ്രധാനമന്ത്രിയോടൊപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായരാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ബിജുകുമാർ IAS ടൂറിസം സെക്രട്ടറി അതിന്റെ മോഡറേറ്റർ ആയിരിക്കും. അങ്ങനെ വിവിധ സെക്ഷനുകളിൽ പ്രഗത്ഭരായ ആളുകളാണ് ഈ സെക്ഷനുകളിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂടി ഒരു കൺസോളിഡേറ്റ് ചെയ്ത് ഒരു കോൺസെപ്റ്റാക്കി വാലിഡേറ്ററി ഫംഗ്ഷനിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അത് അവതരിപ്പിക്കും. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും വലിയ വിവാദങ്ങളൊക്കെ പുറത്തിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എങ്ങനെ കാണുന്നുണ്ട് ദേവസ്വം പ്രസിഡന്റ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാദത്തിന് പ്രസക്തിയില്ലല്ലോ. ഇപ്പം ദേവസ്വം ബോർഡ് നിങ്ങൾ നോക്കൂ, ദേവസ്വം ബോർഡിന് 70 ദിവസത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം നടക്കുന്നു. ഞങ്ങൾക്കൊരു സർക്കാരിന്റെ പിന്തുണയില്ലാതെ നടത്താൻ സാധിക്കുമോ? ഒരു സർക്കാരിന്റെ പിന്തുണ നമുക്ക് ആവശ്യമാണല്ലോ. അതിപ്പോൾ LDF സർക്കാരായാലും UDF സർക്കാരായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാരിന്റെ പിന്തുണയോടുകൂടിയേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ലക്ഷം ആളുകളാണ് ഇവിടെ വരുന്നത്. 54 ലക്ഷം പേരാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. പോലീസിന്റെ സഹായമില്ലാതെ, ആരോഗ്യവകുപ്പിന്റെ സഹായമില്ലാതെ, വെള്ളമില്ലാതെ, വെളിച്ചമില്ലാതെ, മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ സഹായമില്ലാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ ഒരു സംഗമം കൊണ്ട് അവസാനിക്കുമോ, അതോ വരും വർഷങ്ങളിലും ആഗോള അയ്യപ്പ സംഗമം നടക്കുമോ? ഇനിയും നമുക്കത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. അതൊക്കെ ഓരോ രീതിയിൽ വരുന്ന, ഇപ്പം ഞാൻ പറയുന്നത് ഓരോന്നും മാറി മാറി വരുന്നതല്ലേ. അപ്പം അതിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിച്ച് മുന്നോട്ട് പോകാം. നന്ദി. പമ്പയിൽ നിന്ന് ക്യാമറ പേഴ്സൺ ഷിജിത്തിനോടൊപ്പം RB സനു, മീഡിയ 1.